ബാർക്കോഴക്കേസിലെ വിജിലൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. കുറ്റപത്രമില്ലാത്ത കേസിൽ മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയെന്ന് കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിക്കുക. അതിനിടെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ചയും നടത്തി. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിജേഷ് ചേരുകയാണ്. ബിജേഷ്, സർക്കാർ അപ്പീലിന് പോകും. തീർച്ചയായിട്ടും അജിംഷാദ്, സർക്കാർ അപ്പീലിന് പോകും എന്നാണ് അറിയുന്നതും. അല്പസമയങ്ങൾക്കകം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ എല്ലാം തന്നെ നൽകും എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെയായിരുന്നു വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരുന്നത്. ബാർ കേസിൽ തുടരന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയായിരുന്നു ഉത്തരവ് വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഏറെ വൈകിയും വിജിലൻസ് വകുപ്പ് അപ്പീലിന് പോയാൽ മതി എന്ന ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ മാറി ഇന്ന് രാവിലെ തന്നെ ആലുവ പാലസിൽ മുഖ്യമന്ത്രി AGയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഏകദേശം 1 മണിക്കൂറോളം തന്നെ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ഇതിൽ ബാർ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയുടെ വിധിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് ചർച്ചയിൽ ഉണ്ടായത് എന്നറിയുന്നു. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പറയാൻ രണ്ടുപേരും തയ്യാറായില്ല. 12 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. 12 മണിക്കുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഹർജി ഫയലിൽ സ്വീകരിക്കുകയോ അതിൽ തീരുമാനമെടുക്കുകയോ ചെയ്യും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൻ്റെ തീരുമാനം കൂടെ അറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണാം എന്നൊരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നതും. വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള വിൻസെന്റ് എം പോൾ സ്ഥാനം ഒഴിയുന്ന ഘട്ടത്തിലേക്ക് പുതിയ ആളെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ വിജിലൻസ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിനെയൊക്കെ തള്ളിക്കൊണ്ട് തന്നെയാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവും വന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ സർക്കാർ അപ്പീലിന് പോകേണ്ടതില്ല, വിജിലൻസ് വകുപ്പാണ് അപ്പീൽ പോകേണ്ടത് എന്നൊരു തീരുമാനമായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ മാറി സർക്കാർ തന്നെ അപ്പീലിന് പോകാം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണി തന്നെയായിരിക്കും കോടതിയിൽ ഹാജരാകുകയും ചെയ്യുക. 10 മണിയോടുകൂടെ കോടതിയിൽ എത്തും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. 10:30 തന്നെ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. അത് വരുന്ന ബുള്ളറ്റിനുകളിൽ നമുക്ക് അറിയിക്കുകയും ചെയ്യാം. എന്തായാലും ബാർ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം വളരെ നിർണായകം തന്നെയാണ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളൂ. ഇന്ന് ഹൈക്കോടതി ഇതിൽ തീരുമാനം എടുത്തില്ല എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കോടതി അവധിയിൽ പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ UDFന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് കോടതിയെ സമീപിക്കുന്നതും. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി, ഈ വിഷയത്തിൽ ഒരു സ്റ്റേ ലഭിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് UDFന് പ്രതികൂലമായി ബാധിക്കും എന്ന് നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതും. നിരവധി വോട്ടർമാരുടെയും അതോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. വിൻസെന്റ് എം പോൾ വിജിലൻസ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടെല്ലാം തന്നെ തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതി ഇത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടും ഒരു മന്ത്രി തുടരുന്നതിലുള്ള ന്യായം, ധാർമ്മികത എന്താണെന്ന് സാധാരണക്കാരായ വോട്ടർമാരുടെ ഇടയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരും. പക്ഷേ അതിന് കൃത്യമായ മറുപടി നൽകണമെങ്കിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി UDFനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേടിയെടുത്തെങ്കിൽ മാത്രമേ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരവുമായിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഇന്ന് കോടതിയെ സമീപിക്കുന്നതും. അതിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചായിരിക്കണം കോടതിയെ സമീപിക്കണം എന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ നിന്നും ആലുവ പാലസിൽ എത്തി അഡ്വക്കേറ്റ് ജനറലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതും. അല്പസമയങ്ങൾക്കകം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം തന്നെ സമർപ്പിക്കും. തീർച്ചയായും ഇതേ സംബന്ധിച്ചാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സജേഷ് കൂടി ഞങ്ങളോടൊപ്പം ചേരുകയാണ്. സജേഷ്, എങ്ങനെയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ? 1, 2, ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൽ തന്നെ ഭിന്നതകൾ ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസിൽ തന്നെ നേരത്തെ ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നതുമാണ്. ഈ സാഹചര്യത്തിൽ കൂടി സജേഷ്. അജിംഷാദ്, അപ്പീലിൻ്റെ കാര്യത്തിൽ സർക്കാരിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. സർക്കാരിന് കിട്ടിയ നിയമോപദേശത്തിൽ പോലും കോഴക്കേസിൽ ജഡ്ജിയുടെ ഇന്നലത്തെ വിധി പ്രഖ്യാപനത്തിനെതിരെ അപ്പീൽ പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നുവെന്നാണ് സൂചന. പകരം വിജിലൻസ് ഡയറക്ടർക്കെതിരായ പരാമർശങ്ങളിൽ മാത്രം അപ്പീൽ നൽകാമോ എന്ന ആലോചനയിലേക്കാണ് സർക്കാർ പോകുന്നത്. കോഴക്കേസിൽ അപ്പീൽ നൽകിയാലും നിലനിൽക്കില്ല എന്ന തരത്തിലാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അക്കാര്യത്തിൽ
സർക്കാരിൽ തന്നെ ലഭിച്ചിട്ടുള്ള നിയമോപദേശത്തിലും ഇതിൽ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഹർജികളിൽ കോടതി പെട്ടെന്ന് പ്രഖ്യാപിച്ച വിധിയല്ല ഇത്. 2 മാസത്തെ വാദം കോടതിയിൽ നടന്നു. ആദ്യഘട്ടത്തിൽ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് മാത്രമായിരുന്നു കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ആർ സുകേഷിന്റെ അന്വേഷണ റിപ്പോർട്ട്, വസ്തുതാവിവര റിപ്പോർട്ട്, കേസ് ഡയറി, ബിജു രമേശിന്റെ മൊഴികൾ, മുഴുവൻ പേരുടെയും മൊഴികൾ തുടങ്ങിയവയെല്ലാം കോടതി വിളിച്ചു വരുത്തി പരിശോധിച്ചു. വളരെ കൃത്യമായി തന്നെ മുന്നിൽ വന്നിട്ടുള്ള വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ വിധി പ്രഖ്യാപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം വരുന്നതിന് മുൻപ് തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയെന്ന സർക്കാരിൻ്റെ വാദം നിലനിൽക്കില്ല. വളരെ കൃത്യമായി കേസ് ഡയറി പരിശോധിച്ച് 2 മാസത്തോളം വാദം കേട്ട് മുന്നിലുള്ള വസ്തുതകളുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു വിധി പ്രഖ്യാപനം നടത്തിയത്. വിധി പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ ഈ വിധി ബാധിക്കുന്ന 2 പേരും, കെ എം മാണിയും വിൻസൻ എം പോളും, ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. കെ എം മാണി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും പുനരന്വേഷണം നടത്താമെന്നും പറഞ്ഞു കഴിഞ്ഞു. വിൻസൻ എം പോളും ഈ വിധിയെ മാനിച്ചുകൊണ്ട് സ്ഥാനമൊഴിയുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിൽ അപ്പീൽ പോകും, ആർക്കാണ് ഈ വിധി ബാധിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന് മുന്നിൽ പ്രതിസന്ധിയുണ്ട്. കേരള കോൺഗ്രസിലും ഇക്കാര്യത്തിൽ വലിയ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മുൻ ഉന്നതാധികാര സമിതി അംഗമായിട്ടുള്ള PC ജോസഫ് അടിയന്തര ഉന്നതാധികാര സമിതി ചേരണമെന്ന് കാണിച്ച് ഇപ്പോൾ PJ ജോസഫിനും KM മാണിക്കും കത്ത് നൽകിയിട്ടുണ്ട്. മാണി രാജിവെക്കണമെന്ന ആവശ്യം PC ജോസഫ് ഉന്നയിക്കുന്നില്ല. അതേസമയം വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നതിൽ പാർട്ടി അംഗങ്ങൾക്ക് പോലും വ്യക്തതയില്ല. അതുകൊണ്ട് അടിയന്തരമായി ഉന്നതാധികാര സമിതി വിളിച്ചു ചേർത്തതിന് ശേഷം മാത്രം ഇക്കാര്യത്തിലുള്ള നിലപാട് പാർട്ടി അംഗങ്ങൾക്ക് പറയാനാകൂ. അടിയന്തര ഉന്നതാധികാര സമിതി വിളിക്കണമെന്ന ആവശ്യവുമായി PC ജോസഫ് മുന്നോട്ട് വരുന്നു. അതേസമയം നേരത്തെ ഉണ്ടായ രീതിയിലല്ല കാര്യങ്ങൾ. കോടതി വിധി പോലും ഇത്ര കടുത്തതായ സാഹചര്യത്തിൽ KM മാണി മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും പരസ്യമായി പറയുന്നില്ലെങ്കിലും PJ ജോസഫ് ഗ്രൂപ്പിൽപ്പെട്ട കേരള കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുന്നുണ്ട്. അജിംഷാദ്, അതായത് മേലധികാരി എന്ന നിലയിൽ വിൻസൻ എം പോൾ എടുത്ത നടപടിയെ സംബന്ധിച്ചുള്ള ഹൈക്കോടതിയുടെ പരാമർശം ഇതൊരു പക്ഷേ ഇത് മുന്നിൽ നിർത്തിയായിരിക്കുമോ അപ്പീലിന് സർക്കാരിൻ്റെ നീക്കം? സർക്കാരിൻ്റെ അപ്പീൽ നീക്കവുമായി ഇത്രയേറെ വിമർശനങ്ങൾ വരുന്നു. നോക്കൂ സജേഷ്, ഇടുക്കിയിലെ ഇന്നത്തെ പ്രചരണ പരിപാടിയിൽ നിന്നും മാണി മാറി. പ്രചരണ പരിപാടികളിൽ നിന്നും പോലും മാണി മാറുന്ന ഒരു ഘട്ടം ഉണ്ടായ സാഹചര്യത്തിൽ കൂടി അതിൻ്റെ കുറെ കൂടി വിശദാംശം. തീർച്ചയായും ഷാദ്, UDF നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ഇതിൽ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം, നാളെ കൊട്ടിക്കലാശമാണ്, പ്രചരണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. UDFിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള KM മാണിക്ക് പ്രചരണ രംഗത്ത് നിന്ന് പോലും മാറേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇന്നലത്തെ വിധി പ്രഖ്യാപനത്തോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് UDF നേതൃത്വം മാറുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ വിധി പ്രഖ്യാപനം ഇങ്ങനെ ഉണ്ടായാൽ ജഡ്ജിമാർക്കെതിരെ പോലും വലിയ കടന്നാക്രമണം നടത്തി കോൺഗ്രസ് നേതാക്കളും പ്രത്യേകിച്ച് A ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ നീലക്കുറുക്കനെ പോലും ഉപമിച്ചുകൊണ്ട് KC ജോസഫ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ രംഗത്ത് വന്ന സംഭവങ്ങൾ ഓർമ്മയുണ്ട്. എന്നാൽ അത്തരത്തിൽ മാണിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് UDF നേതൃത്വം വന്നിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കൾ മാത്രമാണ്. കേരള കോൺഗ്രസ് എമ്മിൽ മാണിയോട് അടുത്ത് നിൽക്കുന്ന ജോസഫും പുതുശ്ശേരിയും ആന്റണി രാജുവും മാത്രമാണ് ഇന്നലെ പോലും മാണിയെ സംരക്ഷിക്കുന്ന തരത്തിൽ UDFിൽ നിന്ന് വലിയ തോതിൽ വന്നിട്ടുള്ളത്. ഈ രണ്ടഭിപ്രായം കാരണമാണ് മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് AGയുമായി തന്നെ കൂടിയാലോചന നടത്തുന്നത്. അപ്പീലിന് പോയാൽ നിലനിൽക്കില്ല എന്ന ഭയം സർക്കാരിനുണ്ട്. കോടതി ഹർജികളിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം മുന്നിൽ വന്നിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ഒരു വിധി, അതിനെതിരെ അപ്പീൽ പോകുമ്പോൾ വീണ്ടും ഒരു പ്രഹരമേറ്റാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ സർക്കാരിന് തന്നെയുണ്ട്. UDFിൽ ഇക്കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അജിംഷാദ്, തീർച്ചയായും സജേഷാണ് വിവരങ്ങൾ നൽകിയത്. സമഗ്രമായ കേരള ചർച്ചകൾക്ക്, രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന വിജിലൻസ് കേസിലെ തുടരന്വേഷണം എന്ന കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട തുടർ ചലനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും സർക്കാർ അപ്പീൽ പോകും എന്നത് വളരെ ഗൗരവമായ പ്രശ്നമായി, രാഷ്ട്രീയ പ്രശ്നമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. JR പത്മകുമാർ, A റഹീം തുടങ്ങിയവർ നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നു. JR പത്മകുമാറിലേക്ക്. JR പത്മകുമാർ, K ബാബു അടക്കം മന്ത്രിസഭയിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ആയിട്ടുള്ളവരുടെ അഴിമതിയുടെ പരപ്പ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം മുമ്പോട്ട് നീങ്ങുന്ന ഒരു ഘട്ടം. കോടതി പോലും തുടരന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. കുറിപ്പെഴുതിയ ഡയറക്ടറെ പോലും കോടതി വിമർശിക്കുന്നു. ഡയറക്ടർ സ്ഥാനമൊഴിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഈ ഘട്ടത്തിലാണ് സർക്കാർ അപ്പീൽ പോകുന്നത്. നാണം കെട്ട പരിപാടിയാണോ ഇത്?
അല്ല, ഇതിൽ നിയമപരമായ ഒരു പ്രശ്നം വരുമ്പോൾ ഈ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ അന്തസ്സത്തെ തന്നെ തകർക്കുന്നതാണ്. എന്തിനു വേണ്ടി ഈ ആക്ട് ഉണ്ടാക്കി? അഴിമതിയെ സംരക്ഷിക്കുന്നതിനാണോ, അഴിമതിക്ക് ചെയ്ത ആളുകളെ ശിക്ഷിക്കുന്നതിനാണോ എന്നുള്ളതാണ് ഗവൺമെൻറ് ഈ ഇതിൽ വ്യക്തമാക്കേണ്ടത്. രണ്ട്, ഈ ഇതിപ്പോൾ കേസ് വരുമ്പോൾ വിജിലൻസ് ആയി പോയാൽ തന്നെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് അപ്പീൽ പോകണമെങ്കിൽ ഇത് അപ്പീൽ പോകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണോ? അഡ്വക്കേറ്റ് ജനറൽ പോകുമ്പോൾ എതിർ സ്ഥാനത്ത് കൗണ്ടർ പെറ്റീഷനായിട്ട് വരുന്നത് സ്റ്റേറ്റ് ഓഫ് കേരള അല്ലേ? അവർക്ക് ആരായിരിക്കും പോകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ ജഡ്ജി പറഞ്ഞ വളരെ ഗൗരവമായൊരു കാര്യമാണ് ഇതിൽ കുറേ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം. അപ്പോൾ ഈ മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഫൈനൽ റിപ്പോർട്ടിനെ അങ്ങനെ ആക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ മാണി നിരപരാധിയല്ല എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞു കഴിഞ്ഞു. കോടതിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ചാനലിൽ തന്നെ ഒരു ബാർ ഓണർ പറഞ്ഞത് ഓരോ ബാറിൽ നിന്നും 2-3 ലക്ഷം രൂപ കുറഞ്ഞത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 700ഓളം ബാറുകളിൽ നിന്നായി ഇത് പിരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ 10-14 കോടി രൂപ പിരിച്ചിട്ടുണ്ട്. മാണിക്ക് കൊടുത്തത് ഇത്രയാണ്, ബാക്കി ഇതാ ഇവിടെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഈ മറ്റ് പല നേതാക്കന്മാരിലേക്കും പല ഇടനിലക്കാരിലേക്കും ഈ കാശ് പോയതിൻ്റെ കണക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് മാണിയെ രക്ഷിക്കുക മാത്രമല്ല, UDF സംവിധാനത്തെ മുഴുവൻ രക്ഷിക്കുന്ന, അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് UDFന് എടുത്തേ പറ്റൂ. മാണിയുടെ പുറത്ത് ചാരി ബാക്കി കോഴ പറ്റിയവരെ കൂടി രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ അപ്പീലിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഇതിൽ അപ്പീൽ പറയുമ്പോൾ വളരെ ഗൗരവമായിട്ട് ഈ കോടതി വിധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് അന്വേഷണം നടത്തിയിട്ട് കോടതിയിൽ കൊടുത്താൽ മതി, മേലുദ്യോഗസ്ഥൻ്റെ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഫലത്തിൽ കേസിനെ തടയിടാനും വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി ഈ കാലാവധി കഴിഞ്ഞ് മാണിക്ക് ഒരു മാന്യമായ ഒരു വിശ്രമം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരായി ചിന്തിക്കും. ഈ അങ്ങനെയെങ്കിൽ കോടതിയുടെ ഈ തുടരന്വേഷണ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ BJP കൃത്യമായി വിശ്വസിക്കുന്നു KM മാണി അഴിമതിക്കാരനാണെന്ന്? അല്ല, ഞങ്ങൾ ഇതിൽ ഈ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടതിൽ ഒരാൾ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ അന്വേഷണം വേണം. അങ്ങനെയെങ്കിൽ ഇത്രയേറെ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് കേന്ദ്രം ധനമന്ത്രിമാരുടെ സമിതിയുടെ അധ്യക്ഷനായി മാണിയെ നിയോഗിച്ചത്. ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ ഈ ഘട്ടത്തിൽ കേരളം ചോദിക്കുന്നു. അത് ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. എന്താണ് കൊടുത്തത്, എങ്ങനെയാണെങ്കിൽ പാലക്കാട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനത്തിൽ അദ്ദേഹം പോയി അവതരിപ്പിച്ച വിഷയം അതൊന്നും അല്ല. സ്ഥാനം കൊടുക്കുന്നത് ഭരണഘടനാപരമായിട്ടൊരു പോസ്റ്റ് അല്ല, അവരുടെ പ്രതിപക്ഷ പാർട്ടികൾക്കാണ് കൊടുത്തിട്ടുള്ള. അഷിംദാസ് ഗുപ്ത വന്നിട്ടുണ്ട്, കാശ്മീരിലെ പ്രതിപക്ഷ മന്ത്രി, PDP അല്ല നാഷണൽ കോൺഫറൻസിന്റെ മന്ത്രി വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചത് അതല്ല. ഈ ഘട്ടത്തിൽ UDF സർക്കാർ മാതൃകാപരമായ നീക്കമെടുക്കണമെന്ന് പറയുന്ന BJPക്ക് അത്തരത്തിലൊരു നിലപാടെടുത്ത് കേരള സർക്കാരിനെ കാണിച്ചു കൊടുക്കാൻ എന്ന ചോദ്യം പ്രതിപക്ഷ ധനകാര്യ മന്ത്രിമാർ കൊടുത്തത് അവർ കൂടിയിരുന്ന് തീരുമാനിച്ചതാണ്, ഞങ്ങൾ അനുവദിച്ചു കൊടുത്തതല്ല. ഇവിടെ അഴിമതി കേസിൽ ഈ UDFും LDFും ഒത്തുതീർക്കാതെ മാണി ഈ സ്ഥാനം രാജിവെച്ചാൽ നെക്സ്റ്റ് ഡേ അത് ഒഴിയും. തീർന്നല്ലോ, അതൊരു ഭരണഘടനാ പോസ്റ്റല്ലോ. മാണിയെ സംരക്ഷിക്കാതെ അപ്പോ UDF ഒഴിയുന്നത്, UDF മാതൃകാപരമായ തീരുമാനം എടുക്കണം, മുഖ്യമന്ത്രി മാതൃകാപരമായ തീരുമാനം എടുക്കണം എന്ന് പറയുന്ന BJP അവരൊഴിയാൻ കാത്തു നിൽക്കുന്നു. തങ്ങൾ കൊടുത്ത അദ്ദേഹത്തിന് പ്രതിപക്ഷ കക്ഷികൾ കൊടുത്ത പ്രതിപക്ഷ ധനകാര്യ മന്ത്രിമാർ കൂട്ടായി തീരുമാനിച്ച് അവരുടെ സീനിയർ ആയിട്ട് ആൾ കൊടുത്തതാണ്. ഇവിടുത്തെ ധനകാര്യ മന്ത്രി സ്ഥാനം ഒഴിയുന്നതോടുകൂടി അത് തീരും. ശരി, വ്യക്തം. അതാണ് നാച്ചുറൽ. ഞങ്ങളാരും ഭരണഘടനാപരമായി കൊടുത്തതല്ലോ. തീർച്ചയായും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയതിനു ശേഷം JR പത്മകുമാറിന് പോകാൻ തിരക്കുണ്ട് എന്നറിയാം. 1 മിനിറ്റ് കൂടി താങ്കളിലേക്ക് എത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. DGP സെൻകുമാർ ജേക്കബ് തോമസിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്തെത്തി. ജേക്കബ് തോമസിന്റെ പരസ്യ പ്രതികരണം ശരിയായില്ലെന്ന് DGP TP സെൻകുമാർ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്, DGPയുടെ വാക്കുകളിലേക്ക്. നോക്കുക, ഇതിൽ ഞാനൊരു കൂടുതൽ ചർച്ചയ്ക്ക് ഇത് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ശ്രീ ജേക്കബ് തോമസ് ഈ കേസ് അന്വേഷിച്ചിരുന്നില്ല ഒരു ഘട്ടത്തിൽ. അപ്പോൾ ശ്രീ ജേക്കബ് തോമസ് എന്തുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചിരുന്നു, എന്നെ ട്രാൻസ്ഫർ ചെയ്തു എന്നും പറഞ്ഞ് നടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അറിയുന്നത് ഈ കേസിൽ ജേക്കബ് തോമസിന് ഒരു കാലഘട്ടത്തിലും അന്വേഷണത്തിൻ്റെ ഒരു ചുമതല ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം തെറ്റായ പ്രവണതകളാണ്. ഇപ്പോൾ വിൻസെൻ്റ് പോളും കുറച്ച് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. പിന്നെ പല കേസുകളും എനിക്കും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം കേരളത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പോൾ പലരും പല തെറ്റായ കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നത് അവരുടെ ഹിപ്പോക്രസിയും എനിക്കറിയാം.
ഞാനിപ്പോൾ അതിനൊരു സന്ദർഭം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തീർച്ചയായും DGP ആണ് പ്രതികരിച്ചത്. തീർച്ചയായും ഫാക്ച്വൽ എറർ ഉണ്ടോ DGPയുടെ വാക്കുകൾ? JR പത്മകുമാർ. വിജിലൻസ് ഡയറക്ടറുടെ ചുമതല ജേക്കബ് തോമസിന് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണം അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥന്മാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ DGP പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, അന്വേഷണ ചുമതലയില്ലെന്നാണ്. ചുമതലയല്ലല്ലോ, വിജിലൻസ് അന്വേഷണ ചുമതല സുകേശനായിരുന്നല്ലോ. അദ്ദേഹം അന്വേഷിക്കുന്ന വിജിലൻസിന്റെ ഹെഡിന്റെ ചുമതല, വിജിലൻസ് ഡയറക്ടറുടെ ചുമതല ജേക്കബ് തോമസിന് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് DGP വ്യക്തമാക്കേണ്ടത്. അപ്പൊ കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് ചർച്ച ചെയ്തിട്ടുണ്ടോ, അന്വേഷണം മനസ്സിലാക്കിയിട്ടുണ്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം റബ്ബർ സ്റ്റാമ്പുകളാണെന്നല്ലേ അതിന്റെ അർത്ഥം. ഇവിടെ തന്നെ ഇപ്പോ വിൽസൺ ഇപ്പോൾ എന്താ അന്വേഷണം നടത്തിയിട്ടുള്ളത്? താഴെ നടത്തിയ അന്വേഷണം വെരിഫൈ ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് DGP പറയട്ടെ. എങ്കിൽ പിന്നെ അദ്ദേഹത്തെ സുകേശൻ എന്തിനാ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് കാര്യം. ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ചെയ്തത് തെറ്റാണോ DGP പറയട്ടെ. അത് അദ്ദേഹം നടത്തിയത് പക്ഷപാതപരമായാണോ, ആരെങ്കിലും ബലിയാടാക്കാനാണോ, കുരുതി കൊടുക്കാനാണോ DGP പറയട്ടെ. എങ്കിലും അദ്ദേഹത്തെ സർവീസിലിരിക്കാൻ യോഗ്യതല്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇത് DGP പറഞ്ഞത് ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. സത്യസന്ധരായ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ സംരക്ഷിക്കുക. അദ്ദേഹത്തിനെ സംബന്ധിച്ചും ആർക്കും പൊതുസമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. ഓരോ കാലഘട്ടത്തിലും വളരെ കാര്യമായി മനുഷ്യാവകാശ സംരക്ഷണത്തിനും അതുപോലുള്ള പോലീസിൽ നീതി നിർവഹിക്കുന്നതിലും ഒക്കെ നല്ല റോൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹവും ചെയ്യേണ്ടത് ഇതാണ്, സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായും JR പത്മകുമാർ നിരീക്ഷിച്ചതുപോലെ അഴിമതിക്കാർക്കെതിരെ നിൽക്കേണ്ട സർക്കാർ അപ്പീൽ പോയാൽ അത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടിനായി സർക്കാർ നിയമവശങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതാണ് നിയമപരമായും അതിനെ കാണേണ്ടത് എന്ന രാഷ്ട്രീയ ചോദ്യം കൂടിയാണ് JR പത്മകുമാർ ഉന്നയിച്ചത്. വളരെ നന്ദി JR പത്മകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. താങ്കൾക്ക് പോകണം എന്ന് തിരക്കുള്ളത് കൊണ്ട് മാത്രം താങ്കൾ നോക്കുന്നു. ഇപ്പോൾ ഒരു PC ജോസഫ്, കേരള കോൺഗ്രസ് നേതാവ് PC ജോസഫ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PC തോമസ്, PJ ജോസഫ് വിഭാഗമൊക്കെ പരസ്യമായി രംഗത്തെത്തി. കേരള കോൺഗ്രസിന് ശക്തമായ വിയോജിപ്പുണ്ട് ഇപ്പോഴത്തെ മാണി വിഷയത്തിൽ. ഇങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. PC ജോസഫ്. PC ജോസഫ് ടെലിഫോൺ ലൈനിലില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും ശ്രീ A റഹീമിലേക്ക്. A റഹീം, അതായത് DGP സെൻകുമാർ പറഞ്ഞതാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം. ജേക്കബ് തോമസ് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല എന്ന് അച്ചടക്കപരമായ ഒരു നടപടിയെ സംബന്ധിച്ചാണ് DGP പറയുന്നതെങ്കിൽ ശരി, അത് അംഗീകരിക്കാം, അതിനൊരു ലോജിക്കുണ്ട്. 2, ജേക്കബ് തോമസ് ഒരു ഘട്ടത്തിലും ഈ കേസ് അന്വേഷിച്ചിട്ടില്ല, ഇതിൻ്റെ അന്വേഷണ ചുമതലയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതാപരമായ പിശകുണ്ടോ? ജേക്കബ് തോമസിന് എന്ത് അധികാരമുണ്ടായിരുന്നോ അതേ അധികാരം മാത്രമാണ് വിൻസൻ ബോളിനുള്ളത്. വിൻസൻ ബോളിൻ്റെ റിപ്പോർട്ട് വളരെ പവിത്രമായ ദിവ്യമായ റിപ്പോർട്ടായി ഈ DGP ഉൾപ്പെടെ അംഗീകരിച്ചിട്ട് ആണല്ലോ കേരള പോലീസ് സേന ഗവൺമെൻറ് കൊടുത്ത് അവിടെ കൊണ്ട് സമർപ്പിച്ചത്. അതിനല്ലേ കോടതി വിജിലൻസ് ജഡ്ജി കീറി ദൂരെ എറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം വളരെ ദിവ്യാത്മാവ്, അദ്ദേഹം കൊടുത്തത് കൊള്ളാം, ഇവർ പറയുന്നതെല്ലാം കൊള്ളാം. ബാക്കി സത്യസന്ധമായി പോലീസ് പ്രതികരണം നടത്തുകയും സത്യസന്ധമായി അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്ത ജേക്കബ് തോമസ് തെറ്റ്. ഇവിടെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് ഈ TP സെൻകുമാറിന്റെ പ്രതികരണമാണല്ലോ. അത്ഭുതപ്പെടുന്നതാണ്. ഇന്നലെ മുതൽ പ്രതിപക്ഷ അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളും മാധ്യമങ്ങളും ഉയർത്തുന്ന ആശങ്കയെ അടിവരയിടുന്നതാണ്. ഈ സെൻകുമാറിന്റെ കീഴിലുള്ള പോലീസ് സേനയും വിജിലൻസുമാണ് അന്വേഷിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്ക്. അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത്? അദ്ദേഹം ആർക്കെതിരെയാണ് ധാർമ്മിക രോഷം കൊള്ളുന്നത്? കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ വിജിലൻസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഏജൻസി, ആ പോലീസ് ഏജൻസിയുടെ തലവന്റെ കവർ നോട്ടോടുകൂടി കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടും അവരുടെ അഭിപ്രായവും വിജിലൻസിൻ്റെ അഭിപ്രായവും പോലീസ് സേനയുടെ അഭിപ്രായം കോടതി സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കീറിയെറിഞ്ഞു. അതിനെതിരെ അദ്ദേഹം പറയാതെ അതിനെക്കുറിച്ച് അദ്ദേഹം ധാർമ്മികമായി പ്രതികരിക്കാൻ ഉത്തരവാദിത്വമുള്ള വിൻസൻ ബോൾ രാജിവെച്ചതുപോലെ തന്നെ TP സെൻകുമാറിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റോ? അദ്ദേഹം എന്തായി ആരുടെ വക്കാലത്ത് അദ്ദേഹം എടുക്കുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ അവരുടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരാൾ ഒരു ടെലിവിഷൻ ഡിസ്കഷനിൽ പ്രതികരിക്കുന്നത് പോലെ കേരളത്തിന്റെ പോലീസ് സേനയുടെ തലവൻ പ്രതികരിക്കുകയാണ്. ഇത് നൽകുന്ന വ്യക്തമായ സൂചന വരും ദിവസങ്ങളിൽ ഈ ബാർക്കോഴ കേസ് ഇത്രയധികം വ്യക്തമായി, ഇത്രയധികം സ്റ്റേജുകൾ പിന്നിട്ട് ബാർക്കോഴ കേസ് കേരളത്തിൽ ദയനീയമാം വിധം അട്ടിമറിക്കപ്പെടാൻ പോകുന്നതിൻ്റെ രാഷ്ട്രീയ അതിൻ്റെ ബ്ലൂ പ്രിന്റ് തയ്യാറായിരിക്കുന്നു എന്നതാണ്
TP സെൻകുമാറിന്റെ പ്രതികരണം അത്യന്തം അപലപനീയമായ പ്രതികരണമാണ്. അത് യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെ നമ്മുടെ സമൂഹത്തിന്റെ ഏക അത്താണിയാണ് വിജിലൻസ്. ഇന്നലെ വിൻസനം പോൾ പേരിന് വേണ്ടിയാണെങ്കിലും എഴുതി കൊടുത്ത അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ശ്രീ JR പറഞ്ഞ അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. അദ്ദേഹം അത്ര വലിയ വിശുദ്ധനാണെങ്കിൽ അങ്ങനെ പ്രതികരിക്കായിരുന്നു. ഇന്നലെ അദ്ദേഹം ചെയ്തത് എന്താ? ഇന്നലെ അദ്ദേഹം പറഞ്ഞെടുത്ത് പോലും ധാർമ്മികത. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, വിജിലൻസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൂടാ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാജിക്കുള്ള കാരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതാണ്. ഈ ധാരണ എന്തുകൊണ്ട് DGPയുടെ പ്രതികരണത്തിലുണ്ടായില്ല? അത് പൊളിറ്റിക്കലാണ്. ഇത് പൂർണ്ണമായി പൊളിറ്റിക്കലാണ്. അതായത് DGPയുടെ വാക്കുകൾ പ്രതിഷേധം അറിയിക്കുന്നതാണ്, പൊളിറ്റിക്കലാണ്. ഈ ജേക്കബ് തോമസ് ഈ ഭീഷണിയുടെ നിലയിൽ DGP നിർത്തുമ്പോൾ സുകേശൻ എന്ന ഉദ്യോഗസ്ഥൻ എത്രമാത്രം ഭീഷണിയുടെയും സമ്മർദ്ദത്തിനും കീഴിൽ ഇനിയാവും? ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അവിടെയാണ് DGPയുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് പുതിയൊരു തലം നമുക്ക് ഈ കേസിൽ തരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നീതി ആഗ്രഹിക്കുന്ന, ഈ അഴിമതി കേസുകൾ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഓരോ നിമിഷവും UDF ഗവൺമെന്റും അവരുടെ അധികൃതരും നൽകിക്കൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന, വളരെ അസ്വസ്ഥജനകമായ, നമുക്ക് ഭയപ്പെടുത്തുന്ന ഓരോ കണ്ടെത്തലുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പോലും വൈകാതെ KM മാണി രാജിവെക്കണം. ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാൻ ഈ സർക്കാരിന് ധാർമ്മികമായ അധികാരമില്ല. എങ്കിൽ മാത്രമേ നീതിയുക്തമായ ഒരു അന്വേഷണം കേരളത്തിൽ നടക്കൂ. തീർച്ചയായും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷണം അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. KM മാണി രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം കേരള കോൺഗ്രസിൽ ഉയർക്കൊണ്ടിരിക്കുന്നു. ശക്തമായ വിയോജിപ്പ്, കോടതിയുടെ തുടരന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ശക്തമായ വിയോജിപ്പ് കേരള കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നു. UDFൽ നേരത്തെ തന്നെ, കോൺഗ്രസിൽ തന്നെ നേരത്തെ പല ഘട്ടങ്ങളിലും ബജറ്റ് സമ്മേളനത്തിൻ്റെ ഒക്കെ, ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ഒക്കെ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, മാറിയിരുന്ന കോൺഗ്രസ് MLA-മാരുണ്ട്. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരള കോൺഗ്രസിലെ പുതിയ ഭിന്നതകളും മാണിയുടെ രാജ്യസമ്മർദ്ദവും സംബന്ധിച്ച സമഗ്രമായ നിരീക്ഷണത്തിലേക്ക് പോയാൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു. കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്പം കഴിഞ്ഞ തവണയും ഉമ്മൻചാണ്ടിയുടെ വമ്പൻ സംരക്ഷണത്തിലാണ് മാണി താൽക്കാലികമായി രക്ഷപ്പെട്ടതെന്ന് നമുക്കറിയാം. എന്നാൽ അതേമാതിരി ആയിരിക്കുകയില്ല ഇത്തവണത്തെ സമ്മർദ്ദം എന്നാണ് നാം കാണേണ്ടത് അജിംഷാ. കാരണം ഒന്നും അതേമാതിരി ആവർത്തിക്കുന്നില്ല ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ആയാലും UDFിലെ മറ്റ് ഘടകകക്ഷികളായാലും കേരള കോൺഗ്രസിൽ തന്നെയും മാണിയുടെ ഈ രാജിവെക്കില്ല എന്ന കടുംപിടുത്തത്തിനെതിരെ തങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയെങ്കിലും ജോസഫ് ഇപ്പം PC ജോർജ് പോയി, ജോസഫ് വിഭാഗം ഇനി അടുത്ത കലാപത്തിൻ്റെ കൊടി ഉയർത്തുന്നത് മാണിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും. ഒരുപക്ഷെ KM മാണി എന്ന അവരുടെ ഏറ്റവും ഉന്നതനായ നേതാക്കളെ അട്ടിമറിച്ച ചരിത്രമാണ് കേരള കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇടപെടുകയല്ല. ഇപ്പോൾ നമ്മോടൊപ്പം താങ്കൾ പറഞ്ഞത് തന്നെ നിർത്തിയെടുത്ത് തന്നെ, അതായത് PJ ജോസഫ് വിഭാഗത്തിന്റെ യഥാർത്ഥ ഉള്ളറകൾ എങ്ങനെ പുരോഗമിക്കുമെന്ന് അറിയാൻ കഴിയുള്ള ഒരാളാണ് നമ്മുടെ ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഉള്ളത്, PC ജോർജ്. ശ്രീ PC ജോർജ്, താങ്കൾക്ക് കേൾക്കാമോ? PJ ജോസഫ് വിഭാഗം ഇതാ കലാപവുമായി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. KM മാണിക്ക് ധാർമ്മികമായ അവകാശം ഇല്ല ഇവിടെ തുടരാനെന്ന അഭിപ്രായം കേരള കോൺഗ്രസിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ PC ജോർജ്, അതാ നിങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റാണ്. ജോസഫ് വിഭാഗം എന്ന് പറയണ്ട, ജോസഫ് ഇല്ലാത്ത ജോസഫ് വിഭാഗവും മാണി ഇല്ലാത്ത മാണി വിഭാഗവും കേരള കോൺഗ്രസിൽ ഇപ്പോഴും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം വളരെ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ് മാണിക്കെതിരെ. പക്ഷേ സംഭവിക്കുക എന്താന്ന് ചോദിച്ചാൽ PC ജോസഫ് ഉൾപ്പെടെയുള്ളവർ മാത്രമല്ല, മാണി ഗ്രൂപ്പിലുള്ള പലരും ഉണ്ട്. ജോസഫ് ഇപ്പോ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്, മന്ത്രിസ്ഥാനത്ത് തുടർന്നാൽ മതി എന്ന് ജോസഫിനുള്ളൂ. പക്ഷെ ജോസഫിന് അതിനുശേഷം പ്രളയം, വേറൊന്നും ചിന്തയില്ല. മാണിയും ജോസഫുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് പോയേക്കാം. പക്ഷേ അടുത്ത ഭാവി രാഷ്ട്രീയം വേണമെന്ന് ആഗ്രഹിക്കുന്ന മാണിക്കാരും ജോസഫുകാരും മാണി ജോസഫ് കൂട്ടുകെട്ടിനെതിരെ, ഈ അസാർത്ഥതയ്ക്കെതിരെ രംഗത്ത് വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് PC ജോസഫ് വിഭാഗം രംഗത്ത് വരാൻ സാധ്യതയില്ലെന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? PC ജോസഫ് മാത്രമല്ലെന്നേ, ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, അങ്ങനെ ഒത്തിരി മാന്യന്മാർ മാണി ഗ്രൂപ്പിൽ തന്നെ എത്രയോ പേരുണ്ട്. ഈ പോക്ക് തെറ്റാണെന്ന് ചിന്തിക്കുന്നവർ അവരെല്ലാം കൂടി വരും. മാണിയുടെ രാജി മസ്റ്റായി മാറും. കാരണം മാണിക്ക് രാജി വെക്കാതിരിക്കാൻ കഴിയില്ല. അതോടുകൂടി മാണി വിഭാഗത്തിന്റെ അസ്തമനമാണ്. കാർഷിക മേഖലയിലുണ്ടായ അസന്തുലിതാവസ്ഥ കൊണ്ട് കർഷകർ കേരള കോൺഗ്രസ് വിട്ടുപോകാറ്. അപ്പൊ ഇനി കേരള കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശക്തമായി വേറൊരു നേതൃത്വം ഉരുത്തിരിഞ്ഞ് വരണം. അതിനുള്ള സാഹചര്യത്തിന് വേണ്ടി എല്ലാവരും യോജിക്കണം എന്ന അഭിപ്രായമാണ്
എനിക്കുള്ളത് അതൊക്കെ ഭാവി ചർച്ച ചെയ്ത് പരിഗണിക്കപ്പെടുന്ന പ്രശ്നമാണെന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതായത് അന്ന് ഇപ്പുറത്തായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഫ്ലൈറ്റ് വിവാദത്തിൽ പി ജെ ജോസഫിന് രാജിവെക്കേണ്ടി വന്നു, പി ജെ ജോസഫ് മാറി നിന്നു. അത്തരം ധാർമ്മികത കേരള കോൺഗ്രസ് പുലർത്തണം എന്ന ആവശ്യം കെ എം മാണിയോട് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം പി ജെ ജോസഫിനുണ്ടോ? പി ജെ ജോസഫ് ധൈര്യം, പക്ഷെ പി ജെ ജോസഫ് പറയല. കാരണം പി ജോസഫ് കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ആരും മിണ്ടാതെ ചോദ്യം ചെയ്യാൻ ചുമ്മാ മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു നഷ്ടമുണ്ടോ? ഒരു കുഴപ്പമില്ല. പുള്ളി ക്യാബിനറ്റ് പോകുന്നു, പുറമെ പോയി ഇരിക്കുന്നു, വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നു. വളരെ സന്തോഷം. ആരെങ്കിലും നിർബന്ധിച്ച് ഒരു മീറ്റിങ്ങിന് പോയാൽ 2 മിനിറ്റ് പ്രസംഗിക്കും, തിരികെ പോരുന്നു. അതിനപ്പുറത്ത് വേറൊരു ലൈൻ പി ജെ ജോസഫിന് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി ജോസഫ് വിഭാഗം എന്ന് പറയണ്ട, ജോസഫ് ഒഴിച്ചുള്ള പി ജോസഫിന് കൂടുതലുള്ള മുഴുവൻ നേതാക്കന്മാർ അസംതൃപ്തരാണ്. അവര് ചെയ്യാൻ പോകുന്ന എന്താണ്, അവരുടെ നടപടി എന്താണ്. അതുപോലെ മാണിയോടൊപ്പം കാശിന് പങ്കുപറ്റുന്ന ഒരു ഒറ്റ നേതാക്കന്മാർ വെച്ച് ബാക്കിയുള്ളവരെല്ലാം മാണി വിഭാഗത്തിൽ ഈ പോക്കിന് അമർഷമുള്ളവരാണ്. അവരും കൂടെ ഉറച്ച നിലപാട് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നതാണ് സത്യം. തീർച്ചയായും. അതായത് പി സി ജോർജ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കേരള കോൺഗ്രസിൽ തന്നെ ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ താങ്കൾ നിരീക്ഷിച്ചതുപോലെ ഇനി മാണിക്ക് മുമ്പോട്ട് പോകാനാകില്ല, അങ്ങനെ കേരള കോൺഗ്രസ് ഭിന്നത ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ കൂടി, അതായത് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട ഈ തുടരന്വേഷണം കോടതി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അപ്പീൽ പോകാൻ സർക്കാർ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നലെ എ ജിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയും നടത്തി ഇതേ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ അത് എത്രത്തോളം മൂല്യച്യുതി വരുത്തുന്നതാണ്? അതിലൊരു അർത്ഥമില്ലെന്ന് വളരെ വ്യക്തമായി വിജിലൻസ് കോടതിയുടെ വിധിയാണ്. ആ വിധിക്ക് അപ്പീൽ പോയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കി എടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നീതിബോധമുള്ള ജഡ്ജിമാരാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ മുമ്പിൽ ഇത്രയും സത്യസന്ധമായ ഒരു അഴിമതി കേസ് പിടിക്കപ്പെട്ടിട്ട് അത് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജഡ്ജിമാരൊന്നും ഹൈക്കോടതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് അവരാരും കേരള ഹൈക്കോടതി ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ മറ്റു പല ജഡ്ജിമാരും ചില്ലറ മേടിക്കുന്നവരല്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതിബോധമാണ് വലുത്, നിയമമാണ് വലുത്. അങ്ങനെ നിയമം വലുതായിട്ട് കണക്കാക്കുന്ന ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്ന് മാണിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകാൻ സാധ്യതയില്ല. സർക്കാർ അങ്ങനെ അപ്പീൽ പോകുന്നതിലെ ധാർമ്മികമായ പ്രശ്നം, ജനങ്ങളുടെ ഇടയിൽ അതുണ്ടാക്കാവുന്ന അലോസരങ്ങൾ അതെത്രത്തോളമാണ്? അപ്പീല് മാത്രമല്ലല്ലോ, ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജിവെക്കേണ്ട ഗതിയിലേക്ക് വരികയല്ലേ ഇത് മാണി എന്ന് രാജിവെക്കും. കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയും മാറേണ്ടി വരും. AK ആന്റണിയെ പോലുള്ള ആളുകൾ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയോ അതുപോലെ ആളുകളെയോ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇനി കോൺഗ്രസ് പോകുകയില്ല. തീർച്ചയായും. അതായത് പറയുന്ന കച്ചവടക്കാരുടേതാണ്. ശ്രീ പി സി, മാണിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളൊക്കെ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഇടുക്കിയിലായിരുന്നു പോകേണ്ടിയിരുന്നത്. മാണിയെ കേൾക്കാൻ ആര് വരാനാണ് ഇനി? മാണി ആർക്ക് വേണം ഇനി? ആണയ്ക്ക് 16 മാണിക്ക് എന്ത് വില? മാണി ഇനി വീട്ടിലെങ്ങാനും കുത്തിയിരിക്കുക എന്നുള്ളതല്ലാതെ മാണിയുടെ മകനും മാണികളെ രാഷ്ട്രീയം നിർത്തി വീട്ടിലിരിക്കേണ്ടതാണ്. ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി കാലെ പിടിക്കാൻ നോക്കിക്കൊള്ളുക എന്നുള്ളതല്ലാതെ ജയിലിൽ പോകും, യാതൊരു സംശയമില്ല. മകൻ തന്നെ പോവും, മകനും പോവും, അപ്പനും പോവും. വേറെ അമ്മ പോകരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരും ഈ കാശ് മേടിച്ച് ഭരിക്കാത്തോണ്ട് ഓടിയ കക്ഷികളാ. അതൊക്കെ പുറത്തു വന്നാൽ അവരും ജയിലിൽ പോകും. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അതൊന്നും. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയേറെ വിവാദങ്ങളുണ്ടെങ്കിലും കോട്ടയത്തും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ഒന്നും മാണിക്കെതിരെ ഒരു നീക്കവുമില്ല എന്ന ദൃഢനിശ്ചയമാണ് ഇന്നലെ മാണി പുറപ്പെടുവിച്ചത്. മാണി ലോകത്തില്ല, മാണി സെനയിലായി പോയെന്ന് ഈ രാജ്യത്ത് നടക്കുന്ന കാണാനായിട്ട് പറ്റുന്നില്ല. ഞാനിപ്പോ 3 പാലാ നീയുള്ള 3 നിങ്ങളുടെ വികാരം എന്താണെന്ന് ഞാൻ കേൾപ്പിക്കാൻ വേണമെങ്കിൽ മനസ്സിലായോ? മാണിയോടത്തൊന്നും ആരുമില്ല. മാണിയുടെ സ്ഥാനാർത്ഥി എന്തെന്ന് കൂടെ ആർക്കും അറിയില്ല. എല്ലാം ഒളിച്ചുപോയി. ഇത് യാതൊരു സംശയമില്ല. മാണിയുടെ ശ്രീ പി സി ജോർജ്, അതായത് ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ ഇന്നലെ പറഞ്ഞത് ശരിയായ നിലപാടല്ല എന്ന് DGP പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നു. ഒരു ഘട്ടത്തിലും ജേക്കബ് തോമസിന് ഇതിന്റെ അന്വേഷണ ചുമതല ഇല്ലത്രേ എന്നാണ് DGP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഗുരുതരമായ തെറ്റാണ് ജേക്കബ് തോമസ് കാണിച്ചതെന്നും DGP സെൻകുമാർ പറഞ്ഞിരിക്കുന്നു. ശ്രീ പി സി ജോർജ്, DGP സെൻകുമാറിനെ എങ്ങനെ അറിയാതെ? അതായത് ആദ്യം FIR എടുക്കുമ്പോ കേസിൽ FIR എടുക്കുന്നത് ADGPയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്.
അദ്ദേഹം അന്വേഷണ റിപ്പോർട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹത്തെ മാറ്റി. അവിടുന്ന് മാറ്റി ഇപ്പൊ 5ാമത്തെ 6ാമത്തെ ട്രാൻസ്ഫർ ആയല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ നേരെ, പക്ഷെ അദ്ദേഹം തന്നെ സത്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു സംശയമില്ല ഈ കാര്യത്തിൽ DGP അല്ല ആര് പറഞ്ഞാലും ജേക്കബ് തോമസ് പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ജേക്കബ് തോമസിനെ ഒന്നും വായ മൂടിക്കെട്ടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ DGP ഈ ഘട്ടത്തിൽ അങ്ങനെ പ്രതികരിച്ചത് ഇവിടെ LDFന്റെ ഒക്കെ പ്രതിനിധികൾ പറയുന്നത് ഇങ്ങനെയാണ്. റഹീമൊക്കെ അല്പം മുമ്പ് സൂചിപ്പിച്ചു. അതായത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ DGP നടത്തിയത്. അത്തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ സംസാരിക്കുന്നത് പോലെ DGP സംസാരിച്ചു. അത് പാടില്ലായിരുന്നു ഈ ഘട്ടത്തിൽ എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? എന്റെ അഭിപ്രായം DGP അല്പം കൂടെ മിതത്വം പാലിക്കണമെന്ന്. DGPയെ പറ്റി ഒരു കള്ളൻ കൊള്ളക്കാരെന്ന പരാതിയൊന്നും എനിക്കില്ല. നല്ല ഓഫീസറാ. അങ്ങനെ എന്തിനാണ് ഈ കൊള്ളക്കാരുടെ വക്കാലത്ത് പിടിക്കുന്നത്? എനിക്ക് വലത്തോട്ട് അങ്ങനെ എന്തിനിങ്ങനെ വക്കാലത്ത് പിടിക്കുന്നു? അത് മോശമല്ലേ? വക്കാലത്ത് മിടിക്കണമെന്ന് എന്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത് അതാണ്. DGPയെ പോലുള്ള ആള് DGP നല്ല ഓഫീസറാണ്. അങ്ങനെ കൈക്കൂലിക്കാരനല്ല. അങ്ങനെ ഏതായാലും മാണിയെ കള്ളന്മാരുടെ വക്കാലത്ത് ഏറ്റെടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ PC ജോർജ്, ഇത് തന്നെയായിരുന്നു വിൻസനം പോളിനെ കുറിച്ച് നമ്മളൊക്കെ ധരിച്ചിരുന്നത്. പക്ഷെ ഒടുവിൽ കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു ഡയറക്ടർ ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മേൽ കൈയിട്ടു എന്ന്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഭരണകൂട സമ്മർദ്ദം അത്ര ശക്തമാണ് ഉദ്യോഗസ്ഥർക്ക് മേൽ. അത് ഞാൻ സമ്മതിക്കുന്നു. DGP വിൻസെന്റ് പോളിനെ പറ്റി എനിക്ക് മോശം അഭിപ്രായമില്ല. ഒറ്റ കുഴപ്പമുള്ള റാൻ മോളും പറഞ്ഞു വെച്ച് പറഞ്ഞാൽ കേൾക്കും. അതാണ് അദ്ദേഹത്തിന്റെ കുഴപ്പം. ഇല്ലെങ്കിൽ നല്ല ഓഫീസറാ. അങ്ങനെ സത്യസന്ധമായി പോകണമെന്നും മാന്യം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഗതികേടെന്നല്ലാതെ ഞാൻ എന്താ മറുപടി പറയുന്നത്? ചുരുക്കി പറഞ്ഞ PC അവസാനമായി, അതായത് ഈ പുതിയ വിവാദങ്ങൾ കോടതിയുടെ കൂടി ഇടപെടലോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ധാർമ്മികമായ ചില മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ ആവശ്യപ്രകാരം മാണി രാജിവെക്കുന്നതാണ് എന്ന ശക്തമായ അഭിപ്രായം കേരള കോൺഗ്രസിൽ ഉയർന്നു വന്നാൽ ഒരുപക്ഷെ മാണിക്ക് രാജിവെക്കേണ്ടി വരുമോ? അതോ കേരള കോൺഗ്രസിൽ ഇപ്പോഴും KM മാണി അപ്രമാദിയാണോ? അല്ല, കോൺഗ്രസിന്റെ തന്നെ മാന്യന്മാരായ നേതാക്കന്മാര് മാണിയുടെ രാജി ആവശ്യപ്പെടും. നോക്കിയോ, കേരള കോൺഗ്രസിന്റെ തന്നെ സമ്മർദ്ദത്തിന് വഴി മാണി രാജിവെക്കേണ്ടി വരും. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ മാണിയെ രക്ഷിക്കാൻ നടന്ന ഉമ്മൻചാണ്ടിയുടെ വഴിയെ 6 പോകുന്നത് കാണാം. ഇപ്പൊ നോക്കിയോ, എന്റെ വായിന്ന് വീട് ഇന്നുവരെ രക്ഷിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് വരാൻ പോകുന്ന പാതകം ഈ മാണിയെ നാറിയവനെ ചുവന്നവനെ നാറും. ആ നാറ്റത്തിൽ നിന്ന് UDFനും കോൺഗ്രസിന് രക്ഷപ്പെടണമെങ്കിൽ മാണിയെ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയെ കൂടെ പുറത്താക്കേണ്ടി വരും. യാതൊരു സംശയമില്ല. അത് കാണാം. അതിന് താമസിയാതെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അന്ന് VD സതീശൻ, VT ബൽറാം തുടങ്ങിയവർ മാറിയിരുന്നു. TN പ്രതാപൻ അടക്കമുള്ളവർ പരസ്യമായി മാണിക്കെതിരെയും UDF നിലപാടുകൾക്കെതിരെയും രംഗത്ത് വന്നു. ഈ സാഹചര്യം ഇപ്പോൾ കൂടുതൽ മൂർച്ഛിക്കും എന്നാണ് PC ജോർജ് നിരീക്ഷിക്കുന്നത്. ശ്രീ PC ജോർജ്, അതെ, എന്താ സംശയം? ഉറപ്പാണ്, എഴുതിയിട്ടോളൂ, നടക്കാൻ പോകുന്നതാണ്. തീർച്ചയായും വളരെ നന്ദി. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ ജോർജ് ജോസഫിലേക്ക്, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫിലേക്ക് എത്തുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലുകൾ ഒരു പക്ഷേ അച്ചടക്ക നടപടിയാണ് അത്തരത്തിൽ പരസ്യമായി പ്രതികരിക്കുന്നത് എന്നൊരു DGP പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. മറിച്ച് ഒരു ഘട്ടത്തിലും ഇതിൻ്റെ അന്വേഷണത്തിൽ പങ്കാളിയായിട്ടില്ല ജേക്കബ് തോമസ്. ആ ഘട്ടത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത് ശരിയായില്ല എന്ന് DGP പറഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അത് കേട്ടിട്ട്? അല്ല, എത്രയും പെട്ടെന്ന് ജേക്കബ് തോമസിൻ്റെ എതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഓൾറെഡി ഒരു മെമ്മോ കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാതെ കയറി പ്രതികരിച്ചതിന്, പത്രക്കാരെടുത്ത് സംസാരിച്ചതിന് ഓൾറെഡി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചു. ഈ ഒരു കേസിൻ്റെ അന്വേഷണം നടത്തിയത് SP സുകേശനാണ്. അതിൻ്റെ സൂപ്പർവിഷൻ നടത്തിയത് അതിൻ്റെ വിജിലൻസ് ഡയറക്ടർ വിൻസെൻ്റ് M പോളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങേർക്ക് എന്താണ് ജോലിയെന്ന്, എന്താണ് റോളെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രതികരണം ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സിലുള്ള ഒരു അംഗത്തിന് പറ്റിയതല്ല. അദ്ദേഹത്തിന് ഏതായാലും ഗവൺമെൻറ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമെന്നാണ് എൻ്റെ ധാരണ. കാരണം ഇന്നലത്തെ പ്രതികരണം ഒട്ടും ശരിയായില്ല. ഇതിനകത്ത് ഒരു പ്രിലിമിനറി, നമ്മുടെ ബാർക്കോഴ കേസിനകത്ത് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അത് SP സുകേശനാണ് നടത്തിയത്. ഇദ്ദേഹത്തിന് അതിൻ്റെ സൂപ്പർവിഷൻ ഇല്ല. കാരണം ഒരു സൂപ്പർവിഷൻ ഉള്ളത് വിജിലൻസ് ഡയറക്ടർക്കാണ്. അദ്ദേഹം തന്നെയാണ് ആ ഫാക്ച്വൽ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഒപ്പീനിയൻ എഴുതിയത്. ഒരു 158 CRPC അനുസരിച്ച് ഒരു സുപ്പീരിയർ ഓഫീസർ
വിജിലൻസ് കേസിലും ക്രൈംബ്രാഞ്ചിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കേസിലും ഒരു സുപ്പീരിയർ ഓഫീസർക്ക് റോളുണ്ട്. അത് 158 CRPC വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണല്ലോ റോളാണല്ലോ. ആ റോളുണ്ട്, അത് സൂപ്പർവൈസ് ചെയ്യാനുള്ള റോളുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൽ അപ്പം അദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുക്കാൻ അധികാരമുണ്ട്. അതുതന്നെയല്ല, SHO ചെയ്യുന്ന എല്ലാ ജോലിയുടെയും ഉത്തരവാദിത്തങ്ങൾ വായിക്കേണ്ട ആ സുപ്പീരിയർ ഓഫീസറാണ്. അപ്പം ഇത് സുകേശൻ്റെ എല്ലാ കേസിനകത്ത് ഇടപെടാൻ പറ്റില്ല. പക്ഷേ കേസിനകത്ത് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ ഒരു കാരണവശാലും ഒരു സമയത്തും അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്നുള്ള സത്യമാണ്. രണ്ടാമത്തെ സംഗതി, സുകേശന് അദ്ദേഹം അന്വേഷിച്ച കേസിനകത്ത് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കളക്ട് ചെയ്ത എവിഡൻസ് അനുസരിച്ച് അദ്ദേഹം ചോദ്യം ചെയ്ത 337 ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇതും വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഫൈൻഡിങ്ങിൽ എത്തണം. തെളിവില്ല എന്ന് എഴുതാനുള്ള ധൈര്യം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ കോടതിക്ക് ഇത് കാണാൻ പറ്റാതെ പോയത്? ശ്രീ ജോർജ്, ഒരു മിനിറ്റ്. ഇപ്പോൾ നമ്മോടൊപ്പം ജോസഫ് വാഴക്കൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് തുടരന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അപ്പീൽ പോകും എന്ന് കേൾക്കുന്നു. 1. 2, ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൽ തന്നെ ഭിന്നത രൂക്ഷമായിരിക്കുന്നു. ഈ 2 വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത്. എങ്ങനെ പ്രതികരണം? കേട്ടില്ല കേരള കോൺഗ്രസിൽ ആരെങ്കിലും അങ്ങനെ എതിരായിട്ട് പോയിന്ന്. കേരള കോൺഗ്രസ് പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അവരെല്ലാം ഒരു കാര്യം വിശ്വസിക്കുന്നു, ഞങ്ങളും വിശ്വസിക്കുന്നു, കേരളവും വിശ്വസിക്കുന്നു. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിട്ടുള്ള മാണി സാറ് കോഴ ചോദിച്ചു എന്നുള്ളതിന് ഒരു തെളിവുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സൗജന്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് തെളിവുമില്ല. ബാറുകാർ പൂട്ടരുതെന്ന് പറഞ്ഞാൽ അത് പൂട്ടി. ഒന്ന് പൂട്ടി എന്നുള്ളതല്ല, മൊത്തം കേരളത്തിലെ ബാറ് പൂട്ടി. പിന്നെ എന്ത് സഹായം ചെയ്ത് കൊടുത്തു എന്നാ പറയുന്നത്? 25 ലക്ഷം രൂപ കൊടുത്തു, അയാൾ കൊടുത്തു എന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇതൊക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾ വളരെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്, സമ്മതിച്ചു. പക്ഷേ ഇത്തരം വാദങ്ങളൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. അതായത് ഇന്നലെ കോടതിയുടെ വിധി വന്നു. കോടതി തുടരന്വേഷണത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എണ്ണി കേരളം ഇന്ന് വായിച്ചു, ഇന്നലെ കണ്ടു. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണം എങ്ങനെ ഭൂഷണമാകും? ആ സുകേശൻ എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ആദ്യം മുതലേ ഈ സാക്ഷികളായിട്ടുള്ള ആളുകളെ അവരെല്ലാം പരാതി പറഞ്ഞ അവരെ വിരട്ടുന്നു, അവരോട് അനാവശ്യമായി അവരെ പീഡിപ്പിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് പറയാത്ത കാര്യങ്ങൾ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പരാതി അദ്ദേഹത്തെ കുറിച്ച് ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്. അക്കാര്യങ്ങൾ അപ്പോൾ തന്നെ വിജിലൻസിന്റെ വിജിലൻസിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് അവർ പരാതിയും കൊടുത്തിരുന്ന പല തവണ. പിന്നെയും അദ്ദേഹം കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. അതിനുശേഷം അതിന്റെ ലീഗലായിട്ടുള്ള നിലനിൽക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ലീഗൽ ഒപ്പീനിയൻ തേടി. അത് ഇന്ന കാരണങ്ങൾ അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. വിജിലൻസ് ഡയറക്ടറും അവരുടെ സംഘവും പരിശോധിച്ചു, അവരൊരു നിഗമനം കൊടുത്തു. പക്ഷെ ആ കോടതിയിലെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് കോടതി ഒന്നുകൂടെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. ശരി, അന്വേഷിക്കട്ടെ. അല്ലാതെ അതിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് കോടതി എന്തോ വിധി പറഞ്ഞു ശ്രീ ജോസഫ് വാഴക്കൻ, ദയവായി തുടരുക. ശ്രീ ഭാസുരേന്ദ്ര ബാബു കൈ ഉയർത്തി. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത്തരത്തിൽ ജോസഫ് വാഴക്കൻ പറയുന്നത് പോലെ ഇങ്ങനെ അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ, ഈ രീതിയിൽ നിയമപരമായി അതിൻ്റെ അടുക്കും ചിട്ടയോട് കാണേണ്ട മാത്രം വിഷയമാണോ ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, മാണിക്കെതിരെ സംഭവിച്ചിരിക്കുന്നത്? അല്ല, ജോസഫ് വാഴക്കൻ ഒരു കാര്യം, ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പത്രദ്വാര ലഭിച്ചിരിക്കുന്ന കോടതി വിധികളുടെ പ്രധാന വശങ്ങൾ അദ്ദേഹം കണ്ടില്ലെന്ന് തോന്നുന്നു, വായിച്ചിട്ടുണ്ടാവില്ല. കോഴ ചോദിച്ചതിനും വാങ്ങിയതിനും നേരിട്ടുള്ള തെളിവുകൾ നിർബന്ധമില്ല എന്നീ കോടതി വ്യക്തമായി അടിവരയിട്ട് പറയുന്നു. സാഹചര്യപരമായ ഘടകങ്ങൾ മാത്രം പരിഗണിച്ചാൽ മതിയാകും ഈ ഘട്ടത്തിൽ. അപ്പം വാങ്ങിയതിനും ചോദിച്ചതിനുമൊക്കെ നേരിട്ടുള്ള തെളിവുകൾ ഈ ഘട്ടത്തിൽ നിർബന്ധമില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. കേസിൻ്റെ ഈ ഘട്ടത്തിൽ സാക്ഷികളുടെ വിശ്വാസ്യതയെക്കുറിച്ചും ആലോചിക്കേണ്ട നിർബന്ധമില്ല. കാരണം സാഹചര്യപരമായി 15 + 10 25 ലക്ഷം രൂപ മാണിക്ക് നൽകപ്പെട്ടതായി വിശ്വാസയോഗ്യമായി അനുമാനിക്കാൻ കഴിയുന്ന സാഹചര്യപരമായ തെളിവുണ്ടായിരിക്കുന്നത് കൊണ്ട് പ്രോസിക്യൂഷന് കേസെടുക്കാവുന്നതാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പുള്ള വാദമുഖമാണ് ജോസഫ് വാഴക്കൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നത്തെ പത്രത്തിൽ തന്നെ അത് വായിച്ചാൽ, പൂർണ്ണമായി വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇത് ശ്രീ ജോസഫ് വാഴക്കൻ 10ഉം 15ഉമായി നേരിട്ട് വാങ്ങി എന്നതിന് തെളിവുകളുണ്ട്, കോടതിക്ക് ബോധ്യമായി. തുടരന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ചുമ്മാതെ ഉണ്ടായതല്ല, കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ വിധിയും അങ്ങനെയൊക്കെയാണ്.
കോടതിയുടെ നിരീക്ഷണം പിന്നെ തുടരന്വേഷണം എന്നാണ്. തുടരന്വേഷണത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ അതിന്റെ അതിന്റെ സംവിധാനത്തിനോ ആരെങ്കിലും ഒക്കെ വല്ല പിരിവ് കൊടുക്കുകയോ അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ കോഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ആവശ്യത്തിന് വേണ്ടി പണം ചോദിക്കുകയും ആ പണം കൈപ്പറ്റിയ ശേഷം അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് കോഴയുടെ നിർവചനത്തിൽ പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ആ തരത്തിലുള്ള ഒരു നിർവചിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ലീഗലായിട്ടും അതുപോലെ തന്നെ പിന്നെ വിജിലൻസിന്റെ ഡയറക്ടറും മറ്റൊരു രീതിയിലേക്ക് എന്റെ അഭിപ്രായം പറഞ്ഞത്. കോടതി തുടരന്വേഷണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും തുടരന്വേഷണം നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആ ഇതിനകത്തെ വാദിയുടെ വളരെ അടുത്ത അദ്ദേഹവുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുകയും ഈ കേസിന്റെ എല്ലാ സമയത്തും അദ്ദേഹം വാർത്തകൾ ചോർത്തി കൊടുത്ത് അതിൽ അഭിരമിക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പലതവണ കേരള കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് ഇത് ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം മൂന്നാമതൊരു ഏജൻസിയെ കൊണ്ട് നടത്തുന്നത് വളരെ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. ശ്രീ ജോസഫ് വാഴക്കൻ നേരത്തെ തന്നെ ജോസഫ് എം പുതുശ്ശേരിയൊക്കെ ആ ഘട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്, അതായത് സുകേഷൻ വാർത്തകൾ ചോർത്തി നൽകുന്നു എന്ന്. അങ്ങനെയെങ്കിൽ സുകേഷിനെതിരെ നടപടിയെടുക്കാമല്ലോ. ഒന്ന്. രണ്ട്, പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. കോടതി നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ വിൻസനം പോൾ നിങ്ങൾക്ക്, അതായത് ഭരണപക്ഷത്തിന് അനുകൂലമായി കാര്യങ്ങൾ രചിച്ചു എന്ന് കോടതിക്ക് ബോധ്യമായി. മറിച്ച് സുകേഷിനെ കുറിച്ച് അങ്ങനൊരു നിലപാട് കോടതിക്ക് ബോധ്യമായില്ല. അതെങ്ങനെ സംഭവിച്ചു? അത് കോടതി എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും അതിന്റെ വിശ്വാസത്തെ സംബന്ധിച്ചും ഒക്കെ കോടതിയിലും അവിടെ ഇരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാരും ഒക്കെ തെളിയിക്കപ്പെടേണ്ടതും ആണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോയി ആ കോടതിയുടെ നിഗമനങ്ങളിൽ ഇന്ന പെശകുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള അവകാശം ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിലും ഉണ്ട്. ആ ഒരു സംവിധാനം അവരത് തേടുമായിരിക്കാം ഒരു പക്ഷേ. ഞാൻ പറഞ്ഞത് കാരണം ഏതെങ്കിലും ഒരു ജഡ്ജി അദ്ദേഹത്തിന് സ്വന്തമായ ഒരു അഭിപ്രായം മാത്രം, കേരളത്തിലെ നിരവധി ജഡ്ജിമാർ സ്വന്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്. ഹൈക്കോടതിയിൽ ഇരുന്ന് വെറുതെ കമന്റ് അടിക്കുന്ന നിരവധി ജഡ്ജിമാരുണ്ട് ചുമ്മാ വാർത്ത വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം ശ്രീ ജോസഫ് വാഴക്കൻ ഗുരുതരവും ഗൗരവതരവുമാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ശ്രീ ജോസഫ് വാഴക്കൻ ഒരു സംശയം, ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ കേരള ഹൈക്കോടതിയിലെ നിരവധി ജഡ്ജിമാരുടെ കമന്റുകൾ തെറ്റാണ് എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും കോടതികളിൽ ബെഞ്ചുകളിൽ ഇരുന്ന് പരസ്യമായി കമന്റുകൾ അടിക്കുകയും അത് വാർത്തകൾ വരുത്തുകയും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഈ വിധിയെ കുറിച്ചല്ല പറഞ്ഞത്, ഈ ജഡ്ജിയെ കുറിച്ചും അല്ല പറഞ്ഞു. ജോസഫ് വാഴക്കൻ ദയവായി തുടരുക. താങ്കളുടെ വാദങ്ങളോട് എതിർവാദവുമായി ഇതാ താങ്കളുടെ എതിർപക്ഷമുണ്ട്, എ റഹീമുണ്ട്. എ റഹീം, എന്താണ് ജോസഫ് വാഴക്കൻ പറഞ്ഞതിൽ യുക്തിക്കുറവ്? ജോസഫ് വാഴക്കൻ കാര്യങ്ങൾ നിരത്തിയാണ് പറഞ്ഞത്. ജോസഫ് വാഴക്കൻ ഒരു കാര്യം ഇപ്പോൾ കേരള സമൂഹത്തിന്റെ മുമ്പിൽ സമ്മതിച്ചു. കെ എം മാണി പൈസ വാങ്ങിച്ചിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ സാരാംശം അതാണ്, പൈസ വാങ്ങിയിട്ടുണ്ടാകും. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കും. ബാറുകൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനോ കല്യാണത്തിനോ മരണത്തിനോ ഇനി പാർട്ടി സമ്മേളനത്തിനോ ഏത് വാങ്ങുന്നല്ല, ആവശ്യം ഇതാണ്. അതിനു വേണ്ടി പൈസ വാങ്ങി, ഇതാണ് ബാർ ഉടമകളുടെ ആരോപണം. അത് ജോസഫ് വാഴക്കൻ ഇപ്പോൾ ശരിവെക്കുന്നു, വാങ്ങിയിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമതെന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾ ഇതുപോലെ അഭിപ്രായം പറയരുത്, വളരെ വേഗമായി അഭിപ്രായം പറയരുത്. ഏതെങ്കിലും ഒരു കോടതി, ഏതെങ്കിലും ഒരു ജഡ്ജി ഓപ്പൺ കോർട്ടിൽ നടത്തിയ ഒരു കമൻ്റല്ല, സൂക്ഷ്മമായ പരിശോധന മാസങ്ങളോളം നടത്തി എല്ലാം പരിശോധിച്ച് ഇരുവിഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ടതിന് ശേഷം കൃത്യമായി കോൺക്രീറ്റായി ഒരു അഭിപ്രായം പറയുന്നു. തൻ്റെ മുന്നിൽ വന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, തൻ്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് കോൺഗ്രസ്, ഇത് തന്നെയാണ് പണ്ട് പാമുലിൻ കേസിൻ്റെ കാര്യം വന്നപ്പോഴും വന്നത്. ഓരോ സന്ദർഭത്തിലും കേസുകൾ അട്ടിമറിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പിശകാണ്. ഇത് ഇവർ ഭരണസ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് സുകേഷിനെതിരായി വന്നു. സുകേഷിനെതിരായി ഇപ്പോൾ പീപ്പിൾ ടി വി ഇപ്പോൾ ഫ്ലാഷ് ചെയ്യുന്ന എന്താ, ബ്രേക്ക് ചെയ്യുന്ന എന്താ, അദ്ദേഹത്തെ മാറ്റാൻ ആലോചന നടത്തുന്നു. ജോസഫ് വാഴക്കൻ പറഞ്ഞ എന്താ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത. ജോസഫ് വാഴക്കൻ മനസ്സിലാക്കേണ്ടത് ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെയും, അത് സുകേശിനെ ആകട്ടെ വിൻസനം പോളിനെ ആകട്ടെ ആരാകട്ടെ, ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനിലും ഗവൺമെൻറ്റിന് അതൃപ്തി ഉണ്ട് എങ്കിൽ ഏതൊരു ഘട്ടത്തിലും മാറ്റാം. നിങ്ങളെന്തേ മാറ്റിയില്ല? ഇപ്പോഴാണോ അത് പറയേണ്ടത്? ആ പറയുന്നതിന് ജനങ്ങൾ എങ്ങനെ മുഖവിലേക്കെടുക്കും? നിങ്ങൾക്ക് മാറ്റാമായിരുന്നല്ലോ. ഈ കേരളത്തിൽ നിങ്ങൾ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി, നിങ്ങളുടെ ഗവൺമെൻറ്റാണ്. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നതിനിടയിൽ അതിലൂടെ ബോധ്യമാകുന്നു, FIR നിൽക്കും, FIRലേക്ക് പോകുന്നു.
ആ FIR-നെ സംബന്ധിച്ച് വിൻസൻ പോൾ ഇടപെടുന്നു. അതാണ് ജോസഫ് വാഴക്കൻ ഞാൻ ആത്മഹത്യക്ക് പോലും ശ്രമിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചങ്ക് പൊട്ടിക്കറിഞ്ഞാൽ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഈ ജനം അധികാരം നൽകിയിരിക്കുന്നു, അവരോടൊരു ഒരു ബാധ്യതയില്ലേ? ഇതൊക്കെയാണ് റഹീം ചോദിക്കുന്നതിന്റെ പിന്നിലെ പിന്നാമ്പുറങ്ങൾ. ഒരുപക്ഷെ സുകേഷിനെ മാറ്റും, അതിനുള്ള ആലോചന അടുക്കളയിൽ രൂപപ്പെടുന്നു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ അതിനോടുകൂടിയുള്ള ഒരു പ്രതികരണം കൂടി ശ്രീ ജോസഫ് വാഴക്കൻ. ഈ സുകേശൻ ഈ വിജിലൻസിന്റെ എൻക്വയറി എന്ന് പറയുന്നത് മറ്റ് പോലീസ് എൻക്വയറിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. ആ വിജിലൻസിന്റെ എൻക്വയറിയും അതിന്റെ വിജിലൻസ് മാനുവലും അതിന്റെ അന്വേഷണ സംവിധാനത്തിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വിജിലൻസിന്റെ എൻക്വയറി വളരെ രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന തെളിവെടുപ്പുകളും അതിന്റെ തെളിവ് ശേഖരണവുമാണ് നടക്കുന്നത്. അത് നടക്കുന്നതിനിടയ്ക്ക് ഓരോ ഘട്ടത്തിലും വാർത്തകൾ കൊടുക്കുകയും ആ ഓരോ ഘട്ടത്തിലും അതിൻ്റെ അകത്ത് ആസ്വദിക്കുകയും ചെയ്യുകയും പലതവണ അദ്ദേഹത്തെ മാത്രമല്ല സാക്ഷികൾ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ സംശയത്തോടുകൂടി കാണുകയും ചെയ്ത നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അത്രയും നെഞ്ചു പൊട്ടുന്ന ഒരു വികാരമുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്തിന്റെ പേരിൽ അദ്ദേഹം നെഞ്ചു പൊട്ടിയത്, ആരെ കണ്ടിട്ടാണ് പൊട്ടിയത് എന്നുള്ളതിനെ കുറിച്ചും എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് നിൽക്കുന്ന നിയമ സംവിധാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പിന്നെ ഏതെങ്കിലും ഒരു ജഡ്ജി അഭിപ്രായം പറഞ്ഞാൽ അതിനകത്ത് പെശക് വന്നിട്ടുണ്ട് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കക്ഷികൾ ഒരൊറ്റ കാര്യം കൂടി ശ്രീ ജോസഫ് വാഴക്കൻ, ഒരൊറ്റ കാര്യം കൂടി കോൺഗ്രസ് പ്രവർത്തകനായ കോൺഗ്രസ് നേതാവായ ജോസഫ് വാഴക്കനോടാണ് ചോദിക്കുന്നത്. മഹാനായ കരുണാകരൻ, കേരളം ലീഡർ എന്ന് വിളിക്കുന്ന മനുഷ്യൻ രാജിവെച്ചിട്ടുണ്ട്. KP വിശ്വനാഥൻ, രാമചന്ദ്രൻ മാസ്റ്റർ ഒക്കെ രാജിവെച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലം ഉള്ളിൽ വെച്ചുകൊണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ ഈ ഘട്ടത്തിൽ മാണി രാജിവെക്കണമോ വേണ്ടയോ? അതൊക്കെ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ പക്ഷെ നിയമപരമായിട്ടോ ധാർമ്മികമായിട്ടോ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏത് കാര്യവും ഏത് തീരുമാനവും എടുക്കാനുള്ള അവകാശം വ്യക്തിപരമായ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ജോസഫ് വാഴക്കൻ റഹീം ചോദിക്കുന്നു, ജോസഫ് വാഴക്കനായിരുന്നു എങ്കിൽ രാജിവെക്കുമോ എന്ന്. അതൊക്കെ ആപേക്ഷികമായ ചോദ്യങ്ങളാണ്. ഞാനായിരുന്നെങ്കിൽ എന്താകുമെന്ന് എന്ന് വെച്ചിട്ട് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ രാജിവെക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ച് വേറെ ടെസ്റ്റ് ചെയ്ത് വാർത്ത പറയാൻ വേണ്ടിയിട്ടല്ലേ? ഞാനായിരുന്നെങ്കിൽ രാജിവെക്കും, മാണിയായോണ്ട് രാജിവെച്ചില്ല എന്ന് പറയുന്ന ആ രീതിയിലൊന്നും ഞാൻ സംസാരിക്കില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നുള്ളത് ആ ഒരു സന്ദർഭത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. അതിപ്പോ ഈ ഒരു സന്ദർഭത്തിൽ അത് കൂട്ടി വായിക്കാൻ എനിക്കാവില്ല. അതായത് ചാരക്കേസ് വിവാദം, ഇല്ലാത്ത വിവാദമൊക്കെ ഉണ്ടായ സമയത്തൊക്കെയും ഈ രീതിയായിരുന്നോ കോൺഗ്രസ് അവലംബിച്ചിരുന്നത്? അവരവർക്ക് വ്യക്തിപരമായി തീരുമാനിക്കാമെന്നായിരുന്നോ? മാണിയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് മറിച്ച് ചോദിക്കില്ലേ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളോട്? ഞാൻ സംസാരിച്ചത് കേൾക്കുന്നത് കേരള ചരിത്രത്തിലെ കേസുകൾ അട്ടിമറിക്കുന്നതിന്റെ കാര്യത്തിൽ ഇന്നും അത്ഭുതത്തോടെ കേരളം നോക്കാണെന്നാണ് ലാവ്ലിൻ കേസിന്റെ അട്ടിമറിക്കല്. ആ കേസ് അട്ടിമറിച്ചതെന്ന് പറഞ്ഞാൽ കേരള സർക്കാരും കേരളത്തിലെ ഭരണസമൂഹവും കേരളത്തിലെ പിന്നെ അധികാര അന്നത്തെ ഭരണ കക്ഷി അതിന്റെ എല്ലാ അർത്ഥത്തിലും പിന്നെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് ആ സർക്കാർ അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് ആ കേസ് അട്ടിമറിച്ചത്. അവസാനം ആ കേസ് രണ്ടാക്കി ഇതിനകത്തൊക്കെ നടന്നിട്ടുള്ള നാടകങ്ങളും ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒക്കെ പറയുന്നത് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്തതാണ് ലാവ്ലിൻ കേസ് എന്ന്. മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടതില്ല, നമുക്ക് ഇതിലേക്ക് വരാം. മാണിയുടെ വിഷയം സജീവമായ ഘട്ടത്തിൽ ശ്രീ ജോസഫ് വാഴക്കൻ ഒരു പ്രതികരണം, മാണി രാജിവെക്കുന്നതാണോ വേണ്ടത്? കേരള സമൂഹത്തിന് മുമ്പിൽ കോൺഗ്രസ് ഇത്രയും നാൾ ഉയർത്തിക്കൊണ്ടുവന്ന ധാർമ്മികതയ്ക്ക് യോജിക്കുന്ന ഒരു നിലപാട് മാണി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ജോസഫ് വാഴക്കൻ പറയുന്നില്ല. കോൺഗ്രസിന്റെ നിലപാടല്ലല്ലോ KM മാണി സ്വീകരിക്കുന്നത്. KM മാണിക്ക് KM മാണിയുടെ നിലപാടും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടുമാണ്. അല്ലാതെ കോൺഗ്രസിന്റെ നിലപാട് മാണിയിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ഒന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും ഉമ്മൻചാണ്ടിയാണ്, ഉമ്മൻചാണ്ടി ഇപ്പോഴും കോൺഗ്രസ്സുകാരനുമാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണല്ലോ. ഫസ്റ്റ് അമംഗ് ദ ഈക്വൽസ് എന്നാണ് മന്ത്രിമാരെ കുറിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ഘട്ടത്തിൽ ചോദിക്കുന്നു, അതായത് കോൺഗ്രസിനുള്ളിൽ ശക്തമായ രീതിയിൽ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നതാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അടക്കം കാര്യങ്ങൾ എത്തിയതാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് MLA-മാർ പലരും മാറിയിരുന്നു നിങ്ങളുടെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാതെ. ഇതൊക്കെ അറിയാം. ഇപ്പോൾ കേരള കോൺഗ്രസിൽ തന്നെ പ്രതിഷേധം പൊട്ടിമുളരുന്ന സാഹചര്യത്തിൽ ജോസഫ് വാഴക്കൻ താങ്കൾക്ക് കേരളത്തിലെ ജനങ്ങളോട്, പീപ്പിൾ ടിവിയോടല്ല, പീപ്പിൾ ടിവിയിലൂടെ കേരളത്തിലെ ജനങ്ങളോട്
മാണി രാജിവെക്കുകയാണോ വേണ്ടത്, അല്ലയോ ശ്രീ ജോസഫ് വാഴക്കൻ? അല്ല, കേരള കോൺഗ്രസിൽ ആരഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു, ഒരാളുടെ പേരിഞ്ഞ് പറഞ്ഞു. കേരള കോൺഗ്രസിൽ തീർച്ചയായും ഇപ്പോൾ പി സി ജോസഫ് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയെന്ന് വരുന്നു. പി ജെ ജോസഫിന്റെ വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്ന് വാർത്തകൾ വരുന്നു. ഈ ഘട്ടത്തിൽ ഇതൊക്കെ ആധികാരികമായി തെളിയാൻ ചിലപ്പോൾ ഒരുപക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞെന്നിരിക്കും. പി സി ജോസഫ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനങ്ങൾ രാജിവെച്ച് പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ പാർട്ടിയിലുണ്ടോ എന്ന് സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ കാര്യം വിടൂ, കോൺഗ്രസിന്റെ കാര്യം പറയൂ ശ്രീ ജോസഫ് വാഴക്കൻ. താങ്കൾ ധാർമ്മികമായി ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നീതി അല്ലെങ്കിൽ ഊതിക്കാച്ചിയ പൊന്നുപോലെ മാണിക്ക് തിരിച്ചെത്താമല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഘട്ടത്തിൽ മാണി നിരപരാധിയാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ രാജിവെക്കണമോ വേണ്ടയോ മാണി? അല്ലെന്നെ, ഒരു കോടതിയെ ഒരു കാര്യത്തെക്കുറിച്ച് തുടരന്വേഷണം നടത്തണം, ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ വേണ്ടി തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ അതിനെന്തിനാ രാജിവെക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഇന്ന കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും രാജിവെക്കണം. 25 ലക്ഷം രൂപ KM മാണി വാങ്ങിയതിന് വിശ്വസിക്കാവുന്ന തെളിവുകളുണ്ട് എന്ന് വിജിലൻസ് കോടതി ഇന്നലെ കണ്ടെത്തി. അതാണ് പ്രശ്നം. അതിന് തെളിവുണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഇന്ന സാക്ഷിമൊഴികളിൽ കാണുന്നു, അതിന് ഇന്ന രീതിയിലുള്ള അന്വേഷണം നടത്തണം, തുടരന്വേഷണം നടത്തണം. മനോരമയുടെ ഭാഗം വായിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥനും വിജിലൻസ് ഡയറക്ടറും ലഭ്യമായ തെളിവുകൾ വ്യത്യസ്ത കോണുകളിലൂടെ കണ്ടതിനാലാണ് വിരുദ്ധമായ നിലപാടുകളെത്തിയത്. മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മതിയായ തെളിവുകളുണ്ടെന്നാണ് വസ്തുതാ റിപ്പോർട്ടിൽ SP പറഞ്ഞത്. 2014 ഡാഷലി പാലായിലെ വസതിയിൽ 15 ലക്ഷം രൂപ വാങ്ങിയതിനും ഏപ്രിൽ 2 തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് 10 ലക്ഷം രൂപ കൈപ്പറ്റിയതിനും തെളിവുണ്ടെന്ന് വസ്തുതാ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ആരോപണ വിധേയന്റെ പൊതുസമിതി തൃപ്തികരമല്ലെന്നും പറഞ്ഞിരുന്നു. എന്നാൽ കണ്ടെത്തിയ തെളിവ് കുറ്റപത്രം നൽകുന്നതിനിടെ ഡയറക്ടർ അതിനെ മാറ്റിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന 25 ലക്ഷം രൂപ വാങ്ങിയതിനെ സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് പരിശോധനയ്ക്കൊടുവിൽ ബോധ്യമായി. വളരെ വേഗം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. വളരെ വേഗം കോടതി പറഞ്ഞിരിക്കുന്നത് അതിന്മേല് അവരുടെ ബാർ അസോസിയേഷൻ, ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ രജിസ്റ്ററും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ചും പരിശോധന നടത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ.